നല്ല നാടൻ നെയ്യ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമുക്ക് പാൽപ്പാട വേണം. അപ്പം ഞങ്ങളിവിടെ 1 ലിറ്റർ പാലാണ് വാങ്ങിക്കാറുള്ളത്. ഇത് എരുമയുടെ പാലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാൽപ്പാട കിട്ടുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടാറുണ്ട്. പാൽ വാങ്ങിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കും. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല കട്ടിയായിട്ട് പാൽപ്പാട കിട്ടും. എരുമയുടെ പാലിന് നല്ല കൊഴുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് നല്ല പാൽപ്പാട കിട്ടാറുണ്ട്. ഇവിടെ ഞങ്ങൾ എന്നും പാല് വാങ്ങാറില്ല. ആഴ്ചയിൽ 2-3 തവണ മാത്രമാണ് പാല് വാങ്ങാറുള്ളത്. അത് ഇതുപോലെ കാച്ചി എടുത്തിട്ട് പാട ഇതുപോലെ ശേഖരിച്ച് വെക്കും. ഇത് ഏകദേശം ഒരു 4-5 ലിറ്റർ പാലിൻ്റെ പാൽപ്പാടയാണ് ഇതുപോലെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം പുറത്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ആ കട്ടിയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ടിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എടുത്ത് വെക്കുന്ന പാൽപ്പാട നമ്മൾ ഫ്രീസറിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ. നിങ്ങളത് ഫ്രീസറിലല്ല വെക്കുന്നതെങ്കിൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും അത് ചീത്തയായി പോവുകയും ഒരു സ്മെല്ലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കുന്ന പാൽപ്പാട ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ കേടാവുകയില്ല. ഒരു മാസമൊക്കെ നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്തതിന് ശേഷം നെയ്യ് ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ്. അങ്ങനെ അടിച്ചെടുത്ത് നമുക്കിതാ ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇതിൽ പാലിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം മാറുകയും അതിൽ വെണ്ണയായി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി നമുക്ക് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റണം. ഈ വെള്ളം മാറ്റിയിട്ട് നമ്മളൊരു 3-4 തവണയായിട്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇത് കഴുകിയെടുക്കണം. കാരണം ഇതിനകത്ത് ആ പാലിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ കൈ ഉപയോഗിച്ച് കഴുകിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ഈ വെണ്ണ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ബാക്കി വന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതേപോലെ പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കണം. ഇത് ഉരുക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിലാക്കാം. കാരണം ഇത് പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ആക്കിയിട്ട് വേണം ഇത് എടുക്കാൻ. അപ്പോൾ തീ കൂട്ടി വെച്ചാൽ ഇത് അടുക്കി പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പം ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ അതല്ലെങ്കിൽ മുരിങ്ങയിലയോ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഗുണവും കൂടി നമുക്ക് ഈ നെയ്യിൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1-2 കറിവേപ്പിലയാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ നെയ്യ് ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് കാണുന്നില്ലേ വൈറ്റ് പോലുള്ളത്, അതൊരു ബ്രൗൺ കളറായി മാറണം. അതാണ് നമ്മുടെ പരുവം, അതായത് മണൽത്തരി പരുവം എന്ന് പറയും. അപ്പം ആ പരുവം ആകുമ്പോഴേക്കും നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ പകുതി മുക്കാലും തണുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു ചെറിയ ചൂടോടെ തന്നെ അരിച്ചെടുക്കുകയാണ്. കാരണം ഇവിടെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ അരിച്ചെടുത്തിട്ട് നമുക്കിതൊരു ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിക്കാം. ഗ്ലാസ് ജാർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്യ് തയ്യാറായിട്ടുണ്ട്. അപ്പം യാതൊരു കെമിക്കലൊന്നും ചേരാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ നെയ്യ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, നല്ലൊരു മണമാണ്. നമ്മുടെ റൂം മൊത്തത്തിൽ ആ ഒരു മണം സ്പ്രെഡ് ആവും. ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പാലൊക്കെ വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ ആ പാല് വാങ്ങിക്കുമ്പം തിളച്ച് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നും കൂടി തിളപ്പിച്ച് നമ്മൾ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് പാട കെട്ടിക്കുക. ഇതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും പാൽപ്പാട നമുക്ക് കിട്ടിയിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.